ജയിക്കും, UDF നയിക്കും. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ അമേരിക്കക്ക് ഏറ്റവും തീവ്രമായ അതും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച രാവും പകലുമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് അമേരിക്ക എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഏറ്റവും തീവ്രമായ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അതിശക്തമായ പോരാട്ടം തന്നെ നടക്കുന്നു. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാനിലെ സുപ്രധാന ആണവ സ്റ്റീൽ കേന്ദ്രത്തിന് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്നും അണുവികിരണ സാധ്യതയെക്കുറിച്ച് ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതേസമയം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് 4 മുന്നണികളിൽ നിന്നുള്ള യുദ്ധം അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ഫഹാനിലെ സ്റ്റീൽ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞൊരു കാര്യം അറിയാം, ഊർജ കേന്ദ്രങ്ങൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു വാർത്ത, ഒരു റിപ്പോർട്ട് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ വാക്കിന് ഒരു വിലയും ഇസ്രയേൽ കൽപ്പിക്കില്ല എന്നതും ട്രംപിന് തന്നെ താൻ എന്താണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് അറിയില്ല എന്നതുകൊണ്ടും തന്നെ ഇസ്രയേൽ ഈ ട്രംപ് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ യുദ്ധം നിന്നു പോകാൻ പാടില്ല, യുദ്ധം തുടരലാണ് തങ്ങൾക്ക് അനിവാര്യം. അതുകൊണ്ട് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ഇസ്രയേലിൻ്റെ ഗൂഢതന്ത്രം അവർ നടപ്പിലാക്കി. അവർ ഇപ്പോൾ വീണ്ടും ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. ഇതിന് തിരിച്ചടിയായി ഉടൻ തന്നെ ഗൾഫിലെയും ഇസ്രയേലിലെയും വ്യാവസായിക സംരംഭങ്ങൾ, ഊർജ കേന്ദ്രങ്ങൾ എല്ലാം തങ്ങൾ ഉടൻ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറാൻ പുറത്തുവിട്ടു. അവർ പുറത്തുവിട്ട സന്ദേശത്തിൽ വളരെ കൃത്യമായി അവിടെ നിന്നുള്ള ഈ കേന്ദ്രങ്ങൾക്കെല്ലാം അടുത്തുള്ള ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന തരത്തിലൊരു റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. അതെല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇതുവരെ ചിത്രത്തിലില്ലാതിരുന്ന ഹൂത്തികൾ പതുക്കെ യുദ്ധമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയപ്പെടുന്ന ഹൂത്തികളായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി 29 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ പോലും ഇതുവരെ ഹൂത്തികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഹൂത്തികൾ ഇറാന്റെ നിലപാടിനൊപ്പം ഇല്ല എന്ന തരത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ വന്നു. കാരണം ഇറാൻ എന്തു തന്നെയാണെങ്കിലും കീഴടക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ യമൻ കൂടുതൽ ആക്രമണത്തിന് വിധേയമാകും, അത് തങ്ങളുടെ അസ്തിത്വം തകരാൻ കാരണമാകും എന്നൊക്കെയുള്ളൊരു കണക്ക് കൂട്ടൽ ഹൂത്തികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹൂത്തികൾ വളരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം, വിവിധ റോക്കറ്റുകൾ അയച്ചുകൊണ്ട് വലിയ അപകടം തന്നെ ഇസ്രയേലിൻ്റെ പല നഗരങ്ങളിലേക്കും ഹൂത്തികൾ നടത്തി. അതിൻ്റെ വലിയ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ പ്രതികരണമാണ്. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപാരമായ പ്രഹരശേഷി തന്നെ അവർ പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ വരുന്നു. വിവിധ വാർത്താ ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനാൻ പ്രദേശങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഗാസ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതും ഈ കൂട്ടത്തിൽ എടുത്തു പറയണം. കാരണം ഗാസയെ എങ്ങനെയാണോ ശവപ്പറമ്പാക്കി മാറ്റിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒരു പ്രേത നഗരമാക്കി മാറ്റിയിട്ടുള്ളത്, അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ലെബനാനിനകത്ത് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ വ്യോമാക്രമണം തന്നെ നടത്തുന്നു. കെട്ടിടങ്ങളെല്ലാം തകർക്കുന്നു, ആശുപത്രികൾ തകർക്കുന്നു, റോഡ് സംവിധാനങ്ങൾ തകർക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തകർത്ത് ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആവേശത്തിൽ നിന്നായിരിക്കണം ഒരു കരയാക്രമണം കൂടി ഇതോടനുബന്ധിച്ച് നടത്താം എന്നത് ഇസ്രയേൽ തീരുമാനിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ലെബനാനുമായി കരയാക്രമണത്തിന് മുതിർന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങി ഒടുവിൽ ഈ പറയപ്പെടുന്ന ഹിസ്ബുള്ളയുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് തോറ്റു പിൻവാങ്ങിയ ഇസ്രയേലിൻ്റെ അതേ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി തന്നെ ഈ കരയാക്രമണത്തിൽ ഇസ്രയേലിന് ലഭിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഏറ്റവും പുതിയ വിവരപ്രകാരം ഹിന്ദുസ്ഥാൻ ടൈംസ് പങ്കുവച്ച ഒരു ദൃശ്യത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് 15 ദിവസത്തിനകം 100 മെർക്കേവ ടാങ്കുകൾ ഹിസ്ബുള്ള തകർത്തു എന്നും നിരവധി
കോൺവോയ് വാഹനങ്ങൾ ഇതോടൊപ്പം തന്നെ തകർക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. മെർക്കവ ടാങ്ക് എന്ന് പറയുന്നത് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പോലെ യുദ്ധരംഗത്തെ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സേഫാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും മിസൈലുകൾക്കോ റോക്കറ്റുകൾക്കോ തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നാണ് ഈ ടാങ്ക് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മെർക്കവ ടാങ്കുകൾ 100 എണ്ണത്തിലധികം 15 ദിവസത്തിനുള്ളിൽ തകർത്തു എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് സംബന്ധിച്ച് ചില വാർത്തകളും ചില ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയിലെ അൽ ഹർജിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ശക്തമായ ഡ്രോൺ ആക്രമണം നടന്നു എന്നും ശക്തമായ ആക്രമണമായിരുന്നു ഇതെന്നുമുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഈ ആക്രമണത്തിൽ അമേരിക്കക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഒരു ഏരിയൽ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ ഒരു ഏരിയൽ യുദ്ധവിമാനം അഥവാ റീഫ്യൂവലിംഗ് വിമാനം, ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കുന്ന വിമാനം പൂർണ്ണമായും നശിച്ചു എന്നും മറ്റ് 3 വിമാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും അവ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റിയാദിൽ നിന്നും കേവലം 70 കിലോമീറ്റർ മാറിയുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിൽ 2000-ഓളം അമേരിക്കൻ സൈനികരാണുള്ളത്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തതകളില്ല. ഇറാൻ ആക്രമണം മുന്നിൽ കണ്ട് പല സൈനികരും പല ഹോട്ടലുകളിലായാണ് താമസിക്കുന്നത് എന്നാണ് വിവരം. ഇത്തരത്തിലുള്ള ഒരു ഹോട്ടൽ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ധാരാളം യുദ്ധവിമാനങ്ങളും മറ്റും ഈ താവളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. F-15, F-16, KC-135, അതോടൊപ്പം തന്നെ E-3 സെൻട്രി എന്ന് പറയുന്ന നിരീക്ഷണത്തിനും വിവര ശേഖരണത്തിനുമൊക്കെയുള്ള വിമാനങ്ങൾ തുടങ്ങിയവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിലുള്ള വിമാനങ്ങളിൽ 3 എണ്ണം പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കപ്പെടുകയും 1 റിഫ്യൂവലിംഗ് വിമാനം പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നു. അതേസമയം കുവൈത്തിലെ അൽ ഷുവൈഖ് തുറമുഖത്തും ദുബായ് ബീച്ചുകളിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാന്റെ IRGC നാവികസേനയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ വാർത്താ ഏജൻസി തസ്നീം അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധമുഖത്തെ വിഷാദ രോഗികളായ അമേരിക്കൻ സൈനികരെയും അവരുടെ തന്ത്രപരമായ ഉപകരണങ്ങളെയും ആക്രമിച്ചത് ലക്ഷ്യം കണ്ടു എന്നാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്പിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസ് ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഖദർ 380 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ഓപ്പറേഷനിൽ അൽ ഷുവൈഖ് തുറമുഖത്ത് 6 അമേരിക്കൻ ലാൻഡിംഗ് 1 ക്രാഫ്റ്റ് യൂട്ടിലിറ്റി LCU ആക്രമിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. അഥവാ 6 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അതിലൊന്ന് ക്രാഫ്റ്റ് യൂട്ടിലിറ്റിയാണ്. അതോടൊപ്പം ഈ 6 കപ്പലിൽ 3 എണ്ണത്തെ മുക്കിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുമൊക്കെയുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധക്കപ്പലുകളിൽ 3 എണ്ണം ഇടിച്ചതിന് ശേഷം കടലിൽ മുങ്ങി എന്നുമാണ്, ബാക്കിയുള്ളവ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ ഓപ്പറേഷനിൽ തന്ത്രപരമായ കപ്പലുകൾ മുക്കിയതിന് പുറമെ ധാരാളം അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു എന്നും ഈ പ്രസ്താവനയിൽ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്കൻ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. ഏത് വിധേനയും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ പരിശ്രമത്തെ തകർക്കുന്ന സമീപനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പിലൂടെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് സൗദിയും UAEയും വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ടാണ് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സന്നദ്ധരാകുന്നത് എന്നത് അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രതിരോധത്തിൽ അവർക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രഹരത്തിന് ഒരു വലിയ ആശ്വാസമായിട്ട് മാറും എന്നതും എടുത്തു പറയേണ്ടതാണ്. ഹലോ, ശരിക്കും അതെ, ഇത് വിൽക്കുന്നില്ല. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഈ മാല വിൽക്കാതെ ഇങ്ങനെ നമ്മുടെ കാര്യം നടക്കും? ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കേരളം ജയിക്കും, UDF നയിക്കും.